സ്വാഗതം. ശാസ്ത്രീയമായ വഴികളും പിന്നെ പ്രായോഗികമായ ശീലങ്ങളും ഒക്കെ ഉപയോഗിച്ച് ബന്ധങ്ങള് എങ്ങനെ കൂടുതൽ ശക്തമാക്കാം അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അതെ, പ്രതിബദ്ധത, വിശ്വാസം, ബഹുമാനം, പിന്നെ ആശയവിനിമയം, ഈ 4 തൂണുകളെ പറ്റി, അതിൽ പണിതുയർത്തിയ 10 ശീലങ്ങൾ. തീർച്ചയായും ഈ 4 എണ്ണമാണ് ശരിക്കും ഒരു നല്ല ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയാം. ശരിയാണ്. ഇതിൽ തന്നെ ആശയവിനിമയം അത് പലപ്പോഴും ഭയങ്കര പ്രധാനമായിട്ടാണ് കാണുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അത് മറ്റുള്ള തൂണുകളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോ ആ 10 ശീലങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്നതുമായ ഒരു 4 എണ്ണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നാണ് ഈ ഡീപ് ഡൈവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൊള്ളാം. അപ്പോ നമുക്കതിലേക്ക് കടക്കാം. ആദ്യത്തെ ശീലം ഫലപ്രദമായ ആശയവിനിമയം. ഇത് വെറും വർത്താനം പറയൽ മാത്രല്ല, പങ്കാളിയെ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ ഫോണൊക്കെ മാറ്റിവെച്ച് അവര് പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. ചിലപ്പോ അവര് പറഞ്ഞത് നമ്മുടേതായ രീതിയിൽ ഒന്നുകൂടെ പറഞ്ഞു ഉറപ്പുവരുത്തുക. അതെ. പിന്നെ പ്രത്യേകിച്ച് വഴക്കുണ്ടാവുമ്പോഴൊക്കെ നീ എപ്പോഴും ഇങ്ങനെയാന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് കുറച്ച് വിഷമം തോന്നി എന്നൊക്കെ പറയുന്ന രീതി. ശരിയാ. ഈ ഞാൻ പ്രസ്താവനകള് അതിന്റെ ഒരു സൈക്കോളജി എന്താന്ന് വെച്ചാല് അത് കേൾക്കുന്നയാൾക്കൊരു പ്രതിരോധം തോന്നുന്നത് കുറയ്ക്കും. സഹാനുഭൂതി കൂട്ടാനും ചിലപ്പോ സഹായിക്കും. കാരണം നമ്മൾ പ്രശ്നത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്, അല്ലാതെ ആ വ്യക്തിയെ അങ്ങ് അറ്റാക്ക് ചെയ്യുവല്ല എന്നൊരു ഫീല് വരും. ആ പങ്കാളിയുടെ വികാരങ്ങളെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്. ഇത് വൈകാരികമായ അടുപ്പത്തിന് ഒരു നല്ല ഫീഡ്ബാക്ക് ലൂപ്പ് പോലെ പ്രവർത്തിക്കും. പക്ഷെ ഈ ഞാൻ പ്രസ്താവനകള് ചിലപ്പോ തെറ്റായിട്ട് ഉപയോഗിക്കാനും സാധ്യതയില്ലേ? ഉദാഹരണത്തിന്, ഇപ്പോ നീ എന്നെ ശ്രദ്ധിക്കാത്തോണ്ട് എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞ അതൊരു ഞാൻ പ്രസ്താവന ആണെങ്കിലും അതിലൊരു കുറ്റപ്പെടുത്തലിന്റെ ടോണില്ലേ? നല്ല ചോദ്യമാണ്. നമ്മുടെ ലക്ഷ്യം പങ്കാളിയെ കുറ്റപ്പെടുത്തുക എന്നല്ല, മറിച്ച് നമ്മുടെ ഒരു അനുഭവം അത് പങ്കുവെക്കുക എന്നതാണ്. നമ്മൾ സംസാരിക്കുമ്പോ എനിക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോ എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. അപ്പോ ഫോക്കസ് ഇപ്പോഴും നമ്മുടെ ഫീലിംഗിൽ തന്നെയാണ്, മറ്റൊരാളുടെ ഇന്റൻഷനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. അത് വ്യക്തമായി. അപ്പോ ഈ ദിവസേനയുള്ള സംസാരം പോലെ തന്നെ പ്രധാനമാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടുന്നു എന്നതും. അതെ, വളരെ പ്രധാനം. അത് നമ്മളെ അടുത്ത ശീലത്തിലേക്ക് എത്തിക്കുന്നു. പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിടുക. ഇവിടെ ഒരു ഞാനും എന്റെ പങ്കാളിയും ഒരു ടീം, പ്രശ്നമാണ് എതിരാളി എന്നൊരു രീതി. അങ്ങനെ കാണാനാണ് സോഴ്സ് പറയുന്നത്, അല്ലാതെ ഞാൻ vs പങ്കാളി എന്നല്ല. അതെ, ആ ഒരു മൈൻഡ് സെറ്റ് അത് ഭയങ്കര വ്യത്യാസമുണ്ടാക്കും. പ്രശ്നം ഒരു പൊതുവായ ശത്രുവാണെന്ന് തോന്നുമ്പോ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു ടെൻഡൻസി കൂടും. ഇതിനൊരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആയിട്ട് സോഴ്സിൽ ലാറ മെത്തേഡ് പറയുന്നുണ്ട്. ലാറ? അതെ. ലിസൺ, ശ്രദ്ധിക്കുക. അഫേം, അതായത് അംഗീകരിക്കുക. നിങ്ങൾ കേട്ടു, അവരുടെ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കുന്നു എന്നറിയിക്കുക. മുഴുവനായി യോജിക്കണമെന്നില്ല കേട്ടോ. പിന്നെ റെസ്പോണ്ട്, നിങ്ങളുടെ ഭാഗം പറയുക. എന്നിട്ട് ആഡ്, എന്തെങ്കിലും പരിഹാരത്തിനുള്ള കാര്യങ്ങൾ ചേർക്കുക. ഇതിലെ ആ എഫോം എന്ന ഭാഗം അത് ഭയങ്കര പ്രധാന. പങ്കാളിക്ക് ഞാൻ പറയുന്നത് ഇയാളെ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നിയാൽ തന്നെ പകുതി പ്രശ്നം തീരും പലപ്പോഴും. ശരിയാണ്. ഉദാഹരണത്തിന്, ഇപ്പോ പങ്കാളി പറയാ, നിങ്ങൾ ഒരിക്കലും എന്റെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല എന്ന്. അപ്പോ അയ്യോ അങ്ങനെയൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയില്ലേ എന്ന് തർക്കിക്കുന്നതിനു പകരം ഓ നിനക്ക് വേണ്ടത്ര സമയം എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ, അത് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രതിരോധത്തെക്കാൾ നല്ലതാണ്. ഇനി ഇത് ശരിക്കും രസകരമായൊരു ഭാഗത്തേക്ക് വരികയാണ്. പങ്കാളിയുടെ സ്നേഹഭാഷ അത് മനസ്സിലാക്കാന്നുള്ളത്. ഡോക്ടർ ഗാരി ചാപ്മാന്റെ ആ ഒരു ഐഡിയ 5 ലവ് ലാംഗ്വേജസ്. അതെ, സോഴ്സും അതിനെപ്പറ്റി പറയുന്നുണ്ട്. ആ 5 ഭാഷകള്: വേർഡ്സ് ഓഫ് ആഫർമേഷൻ, അംഗീകാര വാക്കുകൾ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നീ ചെയ്തത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ശരി. പിന്നെ ക്വാളിറ്റി ടൈം, അതായത് ഗുണമേന്മയുള്ള സമയം, ശ്രദ്ധയോടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഫോണൊന്നും നോക്കാതെ. റിസീവിംഗ് ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ കിട്ടുന്നത്, ഒരു ചെറിയ പൂവാണെങ്കിലും അതൊരു ചിന്തയോടെ കൊടുക്കുന്നത്. ആക്ട്സ് ഓഫ് സർവീസ്, സേവന പ്രവൃത്തികൾ, അവർക്ക് വേണ്ടി ഒരു ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ജോലിയിൽ സഹായിക്കുക. പിന്നെ ഫിസിക്കൽ ടച്ച്, ശാരീരിക സ്പർശം,
കൈകൾ കോർക്കുക, കെട്ടിപ്പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ, ഇതിലൊരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാല് ഒരാൾക്ക് ഒരു പ്രധാന സ്നേഹഭാഷ കാണും ചിലപ്പോൾ. പക്ഷേ നിങ്ങളുടെ സോഴ്സിലെ ചില പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ആളുകൾ ഈ 5 രീതികളെയും പല അളവിൽ വിലമതിക്കുന്നുണ്ടെന്നതാണ്. ഓ, അങ്ങനെയാണോ? അതെ, അതുകൊണ്ട് പങ്കാളിയുടെ ആ ഒരു പ്രധാന ഭാഷയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ 5 വഴികളിലൂടെയും സ്നേഹം കാണിക്കാൻ ശ്രമിക്കുന്നത് അത് ബന്ധത്തെ കൂടുതൽ സമ്പന്നമാക്കും. അതായത് ഒരാൾക്ക് ആക്ട്സ് ഓഫ് സർവീസ് ആണ് പ്രധാനമെങ്കിലും ഇടയ്ക്കൊരു നല്ല വാക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ലെന്ന് വരില്ല. എക്സാക്ട്ലി, അതെ. നമ്മൾ പലപ്പോഴും നമ്മൾക്കിഷ്ടമുള്ള ഭാഷയിൽ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ നോക്കും, അല്ലേ? എനിക്ക് സമ്മാനം കിട്ടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനും സമ്മാനം തന്നെ കൊടുക്കുന്നു എന്നൊരു രീതി. ശരിയാ, അങ്ങനെ വരാം. അപ്പോ പങ്കാളിയുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെപ്പറ്റി സോഴ്സ് പറയുന്നുണ്ടോ? തീർച്ചയായും. പങ്കാളി എപ്പോഴാണ് കൂടുതൽ സന്തോഷത്തോടെ കാണുന്നത്, എന്തിനോടാണ് കൂടുതൽ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് അവരുടെ ആ ഇഷ്ടപ്പെട്ട രീതി മനസ്സിലാക്കാൻ സഹായിക്കും എന്ന് സോഴ്സ് പറയുന്നുണ്ട്. അത് വെറുതെ ഊഹിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ശരി, ഇനി അവസാനമായിട്ട് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും കാര്യം. തെറ്റുകളൊക്കെ പറ്റും, മനുഷ്യരല്ലേ. അപ്പോ ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയാനും പങ്കാളി മാപ്പ് പറഞ്ഞാൽ അത് ക്ഷമിക്കാനും കഴിയുന്നത്, അത് വിശ്വാസം നിലനിർത്താനും ചിലപ്പോൾ അത് പോയാൽ വീണ്ടെടുക്കാനും ഭയങ്കര അത്യാവശ്യമാണ്. ശരിയാണ്. എപ്പോഴും ഞാൻ പറഞ്ഞതാണ് ശരി എന്നൊരു വാശി പിടിക്കാതിരിക്കാനും സോഴ്സ് പറയുന്നു. മനഃശാസ്ത്രപരമായി നോക്കിയാൽ ആത്മാർത്ഥമായിട്ടൊരു ക്ഷമാപണം നടത്തുന്നത് ഞാൻ ചെയ്തത് ശരിയായില്ല നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റിനെയാണ് കാണിക്കുന്നത്. ഓക്കെ. അതുപോലെ ക്ഷമിക്കുന്നത് ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നമുക്ക് മുന്നോട്ട് പോകാം, ആ ബന്ധത്തിന്റെ ഒരു മുറിവുണക്കാനുള്ള കഴിവിനെ, അതിന്റെ ദൃഢതയെയാണ് കാണിക്കുന്നത്. ഈ ഒരു കൊടുക്കൽ വാങ്ങൽ ഇല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ നീരസം കെട്ടിക്കിടക്കും. അത് പിന്നെ പതിയെ വിശ്വാസത്തെ ഇല്ലാതാക്കും. സോഴ്സ് പറയുന്ന പോലെ ക്ഷമിക്കുക എന്ന് വെച്ചാൽ മറക്കുക എന്നല്ല. അല്ല. പക്ഷേ ആ ഒരു വേദനയെ മറികടന്നിട്ട് ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിക്കുക എന്നതാണ്. അതുപോലെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് അതൊരു തോൽവിയല്ല, അതാ ബന്ധത്തിലെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശരിയാണ്. അപ്പോ ഇതൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും? നമ്മളിപ്പോ ചർച്ച ചെയ്ത കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുക, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നേരിടുക, സ്നേഹഭാഷകൾ മനസ്സിലാക്കി ഉപയോഗിക്കുക, ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുമുള്ളൊരു മനസ്സ്, ഇതൊക്കെയാണ് പ്രധാന ശീലങ്ങൾ. അതെ. ഇതിലെ പ്രധാന ആശയം എന്താന്ന് വെച്ചാൽ ബന്ധം ശക്തമാക്കുക എന്നത് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് പോലെയല്ല, അതൊരു യാത്രയാണ്. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ട ഒന്ന്. തീർച്ചയായും. ഈ ശീലങ്ങളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ ആ 4 തൂണുകളില്ലേ, പ്രതിബദ്ധത, വിശ്വാസം, ബഹുമാനം, ആശയവിനിമയം, അതിനെയാണ് ശക്തിപ്പെടുത്തുന്നത്. ഇവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് മറ്റുള്ളവയെയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ശരിയാണ്. നിങ്ങളുടെ സോഴ്സ് ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്ഥിരതയാണ് പ്രധാനം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യുന്നതിനേക്കാൾ സ്ഥിരമായിട്ട്, ചെറിയ രീതിയിലാണെങ്കിലും പോലും സ്ഥിരമായി ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. അതെ. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. ബന്ധങ്ങൾ നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു കണ്ണാടി പോലെയാണെന്നും നമ്മുടെ ശക്തിയും ദൗർബല്യവുമൊക്കെ മനസ്സിലാക്കാൻ അത് സഹായിക്കുമെന്നും പറയുന്നുണ്ട്. ശരിയാണ്. അങ്ങനെയെങ്കിൽ ബന്ധം വെറുതെ മെച്ചപ്പെടുത്തുക എന്നതിനപ്പുറം നിങ്ങളുടെ സ്വന്തം ഒരു പേഴ്സണൽ ഗ്രോത്തിനുള്ള ടൂളായിട്ട് നിങ്ങൾ അതിനെ എങ്ങനെ ഉപയോഗിക്കും? നിങ്ങളുടെ പങ്കാളിയുമായുള്ള ഓരോ ഇടപെടലിലൂടെയും നിങ്ങളെക്കുറിച്ച് തന്നെ പുതിയ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നത്, അത് നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെ മാറ്റിയേക്കാം? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.